കഞ്ചാവ് കച്ചവടത്തിന് പോകുമ്പോൾ ഓർക്കണമായിരുന്നു. അവസരം കിട്ടിയപ്പോൾ ജനം താങ്ങി. പ്രതിഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. പ്രതിഭയെ താനാണ് തോൽപ്പിച്ചതെങ്കിൽ തനിക്കതൊരു പൊൻതൂവലാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. മകൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുമ്പോൾ ഓർക്കണമായിരുന്നുവെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ഇതെല്ലാം ജനം കാണുന്നുണ്ടെന്ന് മറക്കരുതായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. അവസരം കിട്ടിയപ്പോൾ ജനം വെച്ചു താങ്ങിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കഴക്കൂട്ടത്ത് യുവതിയെ സ്പായിലെത്തിച്ച് ബലാത്സംഗം ചെയ്ത സംഭവം. CPIM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. CPIM കഴക്കൂട്ടം കൽപ്പന ബ്രാഞ്ച് സെക്രട്ടറി മേനംകുളം ആറ്റിനരുകത്ത് വീട്ടിൽ റിപ്സനാണ് പിടിയിലായത്. മെയ് 1 പ്രതി യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കഴക്കൂട്ടത്തെ സ്ഥാപനത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. ഇടനിലക്കാരിയായി ആലപ്പുഴ സ്വദേശിയായ യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പന്തെടുക്കാൻ കിണറ്റിലിറങ്ങുന്നതിനിടെ പിടിവിട്ട് താഴേക്ക് വീണു. 14-കാരന് ദാരുണാന്ത്യം. കൊയ്യം GHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി TP മുഹമ്മദാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. കൊയ്യത്തുള്ള മർക്കസിൽ കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പന്ത് പരിസരത്തുള്ള ഒരു കിണറ്റിലേക്ക് വീണു. മുഹമ്മദ് പന്തെടുക്കാൻ കിണറ്റിലേക്ക് ഇറങ്ങി പകുതിയെത്തിയപ്പോൾ പിടിവിട്ട് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ സഹപാഠികളും അവിടെ ഉണ്ടായിരുന്നവരും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. കൊല്ലത്ത് അവയവദാനത്തിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ്. പ്രതികൾ പിടിയിൽ. അവയവദാനത്തിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പ്രതികൾ പിടിയിൽ. കല്ലുന്താഴ് സ്വദേശി ശ്രീജ, പട്ടത്താനം സ്വദേശി സുധീർ എന്നിവരെയാണ് കിളികൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖകൾ നിർമ്മിച്ച് നിയമവിരുദ്ധമായി പ്രതികൾ തട്ടിപ്പ് നടത്തുകയായിരുന്നു. പ്രതികളുടെ നിർദ്ദേശപ്രകാരം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അവയവം ദാനം ചെയ്ത യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ കേസിലെ മുഖ്യപ്രതിയായ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനെ സമാന കുറ്റകൃത്യത്തിന് എറണാകുളം പോലീസ് പിടികൂടിയിരുന്നു. ഇയാളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചവരാണ് അറസ്റ്റിലായ ശ്രീജയും സുധീറും. ഇടുക്കിയിൽ 4 കോൺഗ്രസ് നേതാക്കൾക്ക് സസ്പെൻഷൻ. ഇടുക്കിയിൽ VD സതീശൻ അനുകൂല പ്രകടനം നടത്തിയ 4 പ്രാദേശിക നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് DCC. പരസ്യമായി ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് പ്രകടനം നടത്തിയതിനാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് VD സതീശനെ അനുകൂലിച്ച് തൊടുപുഴയിൽ ഒരു വിഭാഗം പ്രകടനം നടത്തിയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു പ്രകടനത്തിന് ആഹ്വാനം. ഇതിനെതിരെ ഇടുക്കിയിൽ നിന്നുള്ള KPCC ജനറൽ സെക്രട്ടറി നിഷ സോമൻ DCC വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധം അറിയിച്ചു. അംഗനവാടി ജീവനക്കാർക്ക് പെരുമാറ്റച്ചട്ടം വരുന്നു. അംഗനവാടികളിലെ കുരുന്നുകളുടെ വ്യക്തി സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറണമെന്ന് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഉത്തരവിട്ടു. കുട്ടികളിൽ മാനസികാഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു നടപടിയും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലെന്ന് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. കുട്ടികളുടെ ശാരീരികമോ മാനസികമോ ആയ അവസ്ഥകളെ ജീവനക്കാർ പരിഹസിക്കരുത്. അവരെ ഭയപ്പെടുത്തുന്ന പെരുമാറ്റമോ ക്രൂരമായ ശിക്ഷാ നടപടികളോ കർശനമായി നിരോധിച്ചു. അംഗനവാടിയും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. ജലസംഭരണികൾ നിശ്ചിത ഇടവേളകളിൽ വൃത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം. ദേഹത്ത് പെട്രോൾ ഒഴിച്ച കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതിഷേധം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കടുത്തുരുത്തിയിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതിഷേധം. ദേഹത്ത് പെട്രോൾ ഒഴിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകനായ കടുത്തുരുത്തി സ്വദേശി ഫ്രാൻസിസ് പ്രതിഷേധിച്ചത്. VD സതീശനെ പിന്തുണച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയിരുന്നു. ഇന്നും വിവിധ ജില്ലകളിൽ സതീശനെ അനുകൂലിച്ച് റാലികൾ നടക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ രേഖ പുറത്ത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നതിനിടെ ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ പക്കലുള്ള അതീവ രഹസ്യരേഖ പുറത്തായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുവെന്ന സൂചന നൽകുന്ന പട്ടികയാണ് പുറത്തുവന്നത്. MLA-മാരുടെ ഹിതപരിശോധനയ്ക്ക് ശേഷം നിരീക്ഷകർ പുറത്തിറങ്ങിയപ്പോൾ പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. വിജയുടെ TVK ഇനി കേരളത്തിലും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് പിന്നാലെ വിജയ് അധ്യക്ഷനായ തമിഴക വെട്രി കഴകം പാർട്ടി കേരളത്തിലേക്കും. വയനാട് ജില്ലയിൽ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന വെങ്ങപ്പള്ളിയിലാണ് പാർട്ടിയുടെ ആദ്യ യൂണിറ്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള വെങ്ങപ്പള്ളിയിലെ ഒരു കൂട്ടം യുവാക്കളാണ് ഇതിന് പിന്നിൽ. MyTVK എന്ന ആപ്പ് വഴി യൂണിറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിച്ചു. സഫാൻ ഖലീലിന്റെ നേതൃത്വത്തിലുള്ള 20 അംഗ യുവാക്കളുടെ സംഘമാണ് വെങ്ങപ്പള്ളിയിൽ യൂണിറ്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. KPCC ആസ്ഥാനത്തിന് മുന്നിലെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം. ഇന്നലെ രാത്രിയാണ് ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചത്. KPCCയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ് V1 KC വാം വെൽക്കം ലീഡർ എന്ന ഫ്ലെക്സ് അനുകൂലികൾ സ്ഥാപിച്ചത്. പിന്നീട് KPCCയിലെ അധികൃതർ എത്തി കരിയോയിൽ ഒഴിച്ച്
ബോർഡ് അകത്തേക്ക് മാറ്റുകയായിരുന്നു. പോലീസിന്റെ കാവലുണ്ടായിരുന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. കോൺഗ്രസിന്റെ പോസ്റ്റർ യുദ്ധത്തിനും ഫ്ലക്സ് യുദ്ധത്തിനും ശേഷം തെരുവിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് പ്രവർത്തകർ. തിരുവനന്തപുരം ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇന്നും വി ഡി സതീശൻ അനുകൂല പ്രകടനം നടത്തിയെന്ന് അനുകൂലികൾ വ്യക്തമാക്കി.